സാംസ്കാരിക പ്രവർത്തനങ്ങൾ അന്ന് ഈ പ്രദേശത്ത് മറ്റു ക്ലബ്ബുകൾ ഇതുപോലെ സജീവമല്ല. മറ്റു ക്ലബ്ബുകൾ വേണമെങ്കിൽ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ കാലഘട്ടത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മനക്കലെ പറമ്പിലെ ഇതിലും വലിയ മൈതാനത്ത് തിങ്ങി നിറഞ്ഞ പുരുഷാരത്തെ അഭിമുഖമായി നിന്നുകൊണ്ട് വിശ്വ ക്ലാസിക്കുകൾ മലയാളിക്ക് പരിചയപ്പെടുത്തിയ വി സാംബശിവൻ, സാക്ഷാൽ സാംബശിവൻ ഈ ശ്രീഭൂതരത്ത് വന്ന് കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കലാമത്സരങ്ങളും നാടക മത്സരങ്ങളും ഈ ധന്യയ്ക്ക് സ്വന്തമായിട്ടൊരു നാടക ടീം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ അമ്പലത്തിന്റെ ഊട്ടുവരയിൽ റിഹേഴ്സൽ എടുത്തിട്ട് ആ നാടകം ധന്യയുടെ വേദികളിൽ അവതരിപ്പിക്കുകയും ഇവിടെയുള്ള സമീപ പ്രദേശങ്ങളിൽ ചാലക്കൽ, മാറമ്പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവര്. അങ്ങനെ ഒരു നാടകത്തിൽ മോഹനൻ ചേട്ടൻ സംവിധാനം ചെയ്തൊരു നാടകത്തിൽ ഒരു ചെറിയ വേഷം ഞാനും ചെയ്തിട്ടുണ്ട്. അന്ന് വളരെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരുന്ന കാലഘട്ടമാണ്. ഇന്നിപ്പോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ട്, പക്ഷേ സാംസ്കാരിക പ്രവർത്തനം കുറഞ്ഞു പോയതിന്റെ ഒരു പ്രശ്നം സമൂഹത്തിൽ വല്ലാതെയുണ്ട്. സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളത്തിന്റെ സാമൂഹ്യക്രമം മാറിയിട്ടുള്ളത്, രാഷ്ട്രീയ സാമൂഹ്യ ക്രമം മാറിയിട്ടുള്ളത്. KPSCയുടെ നാടകങ്ങളിലൂടെയാണ് കേരളത്തിനൊരു പുതിയ സാമൂഹ്യക്രമം രൂപീകൃതമായി. അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഈ ശ്രീഭൂതരത്തെ ബേസ് ചെയ്ത് നടത്തിയിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ പിന്നീട് വരും തലമുറയെ അവരുടെ സത്വത്തെ നിർമ്മിക്കുന്നതിന് വേണ്ടി, അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ കണ്ടു നിൽക്കുന്ന ഒരു ബാലൻ അല്ലെങ്കിൽ ആ ശൈശവദശയിലുള്ള ഒരു കുട്ടിക്ക് അതൊരു മാതൃകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു പ്രവർത്തനം തന്നെയാണ് ധന്യ ഇപ്പോഴും കാഴ്ചവെക്കുന്നത്. അന്ന് ഇപ്പോ രോഗശൈലിയിൽ കിടക്കുന്ന മരിച്ചുപോയിട്ടുള്ള മോഹനൻ ചേട്ടന്റെ അനിയൻ SB പുരം ഹരിദാസ്, SB പുരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ മാത്രമേ ശ്രീഭൂതപുരത്തുള്ളൂ, SB പുരം ഹരിദാസ്. ശ്രീഭൂതപുരം എന്ന പേരിനെ സ്വന്തം നെഞ്ചോട് ചേർക്കുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. ഇപ്പോഴും ഇന്നുകൂടി ഞാൻ സംസാരിച്ചു, ധന്യയുടെ സാംസ്കാരിക സമ്മേളനം നടക്കുന്നുണ്ട്, ഹരിച്ചേട്ടനെ ആദരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. അപ്പൊ അതിന്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അത്തരത്തിൽ സമ്പന്നമായ ഒരു ഭൂതകാലം. ആ സമയത്താണ് ഹേന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ശ്രീഭൂതപുരത്ത് വന്ന് നിരവധി പോയിന്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് വിസ്മയിപ്പിച്ച് കടന്നുപോയിട്ടുള്ളത്. ഹേനയുടെ മകള് പിന്നീട് ശ്രീമുളരം പൊന്നൻ ചേട്ടന്റെ സിനിമയിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വർക്കുകളിൽ സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന പിന്നീട് കൊഴുത്ത കാളക്കുട്ടി പോലുള്ള നാടകങ്ങൾ ധന്യ സൃഷ്ടിക്കുകയും സുര എന്നറിയപ്പെടുന്ന സുരേഷും അലിക്കുട്ടിയും അവരെല്ലാം ചേർന്നുകൊണ്ട് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പോയി നാടകം കളിച്ച് ഈ രാജു എല്ലാം ചേർന്നുകൊണ്ട് പുരസ്കാരങ്ങൾ വാങ്ങി തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നീട് എപ്പോഴോ ധന്യയുടെ ആ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിന്റെ ശക്തി കുറഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം. മറ്റു പരിസര പ്രദേശങ്ങൾ തിരുവൈരാണിക്കുളവും അല്ലെങ്കിൽ മറ്റു ശ്രീമൂലനഗരത്തുള്ള എടാട് അല്ലെങ്കിൽ മാറമ്പള്ളി മറ്റു സ്ഥലങ്ങളെല്ലാം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മുന്നേറിയപ്പോൾ ശ്രീഭൂതപുരത്ത് അതൊരു കൂട്ടായ്മ നഷ്ടപ്പെട്ടു. പലരും പല മാളങ്ങളിലേക്ക് ഒതുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീഭൂതപുരത്ത് ജീവിച്ചിട്ടുള്ള അന്നത്തെ നാടകങ്ങളിൽ സജീവമായിട്ടുള്ള ആളുകൾ, PG ഭാസ്കരൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ മലയാറ്റൂര് പോവുകയും ജോഷി ചേട്ടനെല്ലാം ശ്രീഭൂതപുരം വിട്ട് പുതിയ റൂട്ടിലേക്ക് പോവുകയും അങ്ങനെ SB പുരം ഹരിദാസ് തുടങ്ങിയിട്ടുള്ള ആളുകൾ പല മേഖലകളിലേക്കും പോയി. അതിനുശേഷം ഇത്രയും വർഷത്തിന് ശേഷമാണ് പിന്നെ ഒരു കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടത്. ഈ കൂട്ടായ്മ രൂപപ്പെട്ടപ്പോൾ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുമ്പോൾ ചെറുപ്പക്കാർ പറയുന്നൊരു സംഭവമുണ്ട്, നാടകം വേണ്ട. അതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് ഒരു സുഖമുള്ള കാര്യമല്ല. ഒരു പ്രൊഫഷണൽ നാടകം വെക്കാൻ പോലും ഇന്നത്തെ തലമുറയ്ക്ക് താല്പര്യമില്ല. അവർക്ക് ഗാനമേളയുടെ താല്പര്യം. ഗാനമേള മോശമല്ല, ഗാനമേള നല്ലത് തന്നെയാണ്. ഗാനമേള നമ്മളെ സംഗീത പ്രേമികൾക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നാടകം തരുന്നൊരു സന്ദേശം ഗാനമേളയ്ക്ക് തരാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ പ്രൊഫഷണൽ നാടകമല്ല വേണ്ടേ, നമ്മുടെ ഇവിടുത്തെ അഭിനയിക്കാൻ താല്പര്യമുള്ള ചെറുപ്പക്കാരെ ഒരു കൂട്ടായ്മയിൽ ഒരു നാടകം പിറക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആ കമ്മിറ്റിയിൽ ഉണ്ടാകുകയും അത് നസീറിനെ പോലുള്ള ആളുകളെല്ലാം അതിൽ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ മുണ്ടക്കൽ
അബുവിനെ പോലുള്ള ആളുകളെല്ലാം അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ആ നാടക സംഘം അല്ലെങ്കിൽ ഒരു നാടക കൂട്ടായ്മ രൂപീകരണം എന്ന രൂപത്തിൽ എന്നോട് പറയുകയും ഇത്തരത്തിൽ ഒരു മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്നൊരു നാടകം സെലക്ട് ചെയ്യുകയും ചെയ്തു. ഈ മുച്ചീട്ട് കളിക്കാരൻ ഇന്ന് നമ്മുടെ ബാസിൽ അമ്മാന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. മുച്ചീട്ട് കളിക്കാരൻ എന്നുള്ള ആ കഥ ശ്രീഭൂതപുരത്തിന്റെ പശ്ചാത്തലത്തിന് തികച്ചും യോജ്യമായ ഒരു സെലക്ഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തികച്ചും ശരിയാണ്. കാരണം ബഷീറിയൻ കഥാപാത്രങ്ങള് ഈ ശ്രീഭൂതപുരത്തുണ്ട്. ഈ ശ്രീഭൂതപുരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ശ്രീഭൂതപുരത്ത് നമുക്ക് ഒരുപാട് നാടൻ കഥാപാത്രങ്ങളെ കാണാൻ കഴിയും. ഇതൊരു പ്രത്യേക ഒരു രാജ്യമായിട്ട് തന്നെ പലരും കാണുന്നത്. കാരണം കുറച്ചു നാൾ മുമ്പ് ഞാനും ശ്രീമൂലം പൊന്നഞ്ചേട്ടനുള്ള കർണാടകയ്ക്ക് നമ്മുടെ രാജീവ് ബടവൂരാനിലൂടെ കർണാടകയ്ക്ക് ഒരു യാത്ര പോയി. ഈ യാത്രയിൽ ഉടനീളം ശ്രീഭൂതപുരം എന്ന ഗ്രാമത്തെ പറ്റിയായിരുന്നു. ഇവിടെ ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞു പോയിട്ടുള്ള കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പറ്റിയായിരുന്നു ഞങ്ങളുടെ സംസാരം മുഴുവൻ. രാത്രി 1 മണിക്കാണ് പിന്നെ ശ്രീഭൂരത്ത് എന്നെ കൊണ്ടുവിടാൻ വേണ്ടി അവർ വന്നത്. വന്നപ്പോ ആ കാറിലുള്ള ബെന്നി എന്ന് പറയുന്ന ഒരു കക്ഷി, കൊറ്റമ്മത്തുള്ള ബെന്നി പറയാണ്, ബെന്നിക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ല, കാലിൽ ഇറങ്ങിയാൽ മതി. ബെന്നി പറഞ്ഞു എനിക്ക് ഈ ശ്രീഭൂതപുരം കാണണം എന്ന് പറയുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞു രാത്രി പോയിട്ട് കാര്യമൊന്നുമില്ല, അല്ല എനിക്ക് കുറച്ച് ആളുകളെയൊക്കെ കാണണം. ഞാൻ പറഞ്ഞു ഈ രാത്രി പറ്റില്ല, വേണ്ട ഞാൻ പിന്നൊരു ദിവസം വരാം, എനിക്ക് ഈ ആളുകളെയൊക്കെ കാണണം എന്ന് പറയുക. കാരണം ശ്രീഭൂതപുരം എന്നുള്ള ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ തീന്മേശ മര്യാദകളും ഉപചാരവാക്കുകളും സംസാരിക്കാൻ പഠിച്ചാൽ, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ ചിരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്താൽ മാത്രമല്ല സംസ്കാരം ഉണ്ടാവുന്നത്. സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ സഹജീവി, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ, അവനൊരു ആപത്ത് പറ്റുമ്പോൾ ഓടിക്കൂടുന്നതാണ് സംസ്കാരം. അത്തരത്തിൽ ശ്രീഭൂതപുരം എന്നും മുന്നിലാണ്. മറ്റ് പ്രദേശങ്ങൾ വിദ്യാഭ്യാസപരമായും മറ്റു കാര്യങ്ങളൊക്കെ മുന്നിട്ട് നിൽക്കുമ്പോഴും ഇത്തരത്തിലൊരു കൂട്ടായ്മ, ഒരു ഐക്യം ഈ ശ്രീഭൂതപുരത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത്തരത്തിൽ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ അതിന്റെ സാംസ്കാരിക പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ധന്യയെ പോലുള്ള ഒരു ക്ലബ്ബ് ഈ തവണ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി അതിനുവേണ്ടി ഇപ്പൊ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഇരിക്കേണ്ട 2 വിശിഷ്ട വ്യക്തികളുണ്ട്. അത് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ആ വിശിഷ്ട വ്യക്തികളെ ഇവിടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഇന്നലെ കളിച്ച നാടകം മുച്ചീട്ട് കളിക്കാരന്റെ മകളാണ്. അതിൽ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ എന്താണ് സംഭവം? അയാളുടെ സ്വഭാവം എന്താ? എല്ലാ കേസും വെക്കും. നാട്ടിൽ എന്ത് കാര്യം നടന്നാലും അത് ഞമ്മളാണ് എന്ന് പറയും. മനക്കിലെ പാറു പറ്റൂ, അത് ഞമ്മളാണ്. പാറു എന്താണ്? പാറു ആനയാണ്. അപ്പൊ എന്ത് കേസും ഏൽക്കുന്ന ആളാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. ആ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നടത്തിത്തരാം എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരെ വഞ്ചിക്കുന്ന തരത്തിലുള്ള ആളുകൾ ഇവിടെയുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാർ, ഈ ശ്രീഭൂതപുരം ധന്യയുടെ സെക്രട്ടറി എന്ന് പറയുന്ന ഈ സഹീറും, അതുപോലെ തന്നെ അനീഷും അച്ചുവും നവാസും രാജുവും എല്ലാം അടങ്ങുന്ന ഈ കൂട്ടായ്മ വെറുതെ ഉണ്ടായതല്ല. ഇവരുടെയൊക്കെ കാരണവന്മാർ ഈ പല കാര്യങ്ങളും രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടും സാംസ്കാരിക പ്രവർത്തനം കൊണ്ടും ജീവൻ വരെ പണയം വെച്ച് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയി ചില പ്രസ്ഥാനം വളർത്താൻ വേണ്ടി തല്ലുവരെ കൊണ്ടിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ചില ആളുകൾ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിന് തുരങ്കം വെച്ചാൽ ഈ പ്രവർത്തനം നടക്കില്ല എന്നുള്ള ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ശ്രീഭൂതപുരമാണ്. ഈ നാടകം ഞങ്ങൾ നടക്കുമ്പോഴും ഓരോ ദിവസവും ഇതിന്റെ റിഹേഴ്സൽ നടക്കുമ്പോഴും അതിന് ഒരു കുറവ് വരാതെ ഈ ചെറുപ്പക്കാർ ഈ നാട്ടിലിറങ്ങി അവരെല്ലാം പിരിവിലായിരുന്നു. നമ്മൾ വിളിക്കുമ്പോഴെല്ലാം ഈ വെയിൽ കൊണ്ട് ഇവർ നടക്കുകയാണ്. അത്രമാത്രം ത്യാഗോജ്വലമായ പ്രവർത്തനം ഇവർ നടത്തിയിട്ടുണ്ട്. ഞാൻ ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതിൽ അക്കുണ്ട്, ഷമീറുണ്ട്, സഹീറുണ്ട്, അതുപോലെ തന്നെ രാജുവുണ്ട്, നവാസുണ്ട്, ഷെഫിയുണ്ട്, അഷ്കറുണ്ട്. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരുടെ കൺസെപ്റ്റിൽ ഉദിച്ച ആശയം കൊണ്ടാണ് ഇന്നലെ മുച്ചീട്ട് കളിക്കാരെന്നുള്ള നാടകം നന്നായി നടക്കാൻ പറ്റിയത്. അപ്പൊ ഒരു ജനാവലി മുഴുവൻ, ഒരു ഗ്രാമം മുഴുവൻ ഈ നാടകം കാണാൻ വന്നു. അത് ഒരു വലിയ വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ നാടകത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വെറുതെ ഒരു നാടകസംഘം ഉണ്ടാക്കുന്നതല്ല. ആ നാടകത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള പല രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ള ആളുകളുണ്ട്. അതിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്. ഇത്തരത്തിലൊരു കൂട്ടായ്മയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ശ്രീഭൂതപുരം ധന്യയുടെ കീഴിൽ ഇത്തരത്തിലൊരു കൾച്ചർ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്.
ഇതെല്ലാം നാട്ടിൽ നടക്കുന്നതാണോ നിങ്ങൾ ചോദിക്കും. പക്ഷേ ഇപ്പോൾ കൂടുതൽ നടക്കുന്നത് ഓരോ മതത്തിന്റെയും ബേസിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത് ഒരു പൊതുവായിട്ടുള്ള പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പൊന്നച്ചേട്ടൻ പറഞ്ഞു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സംവിധായകൻ വിചാരിച്ചാൽ ഒരാളെ നടനല്ലെങ്കിൽ പോലും ഒരാളെ അഭിനയിപ്പിക്കാൻ കഴിയും. പക്ഷേ നാടകം എന്ന് പറയുന്നത് തട്ടകത്തിൽ കയറി ഡയലോഗ് പറയുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. അത് ഈ 13 പേരും ഇവിടെ ആദരവ് വാങ്ങിക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. അവർക്കത് ബോധ്യപ്പെട്ട സംഭവം തന്നെയാണ്. അതില് ഇവിടെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത്, നമ്മൾ ഈ കവലയിൽ വെച്ച് റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അത് പുതിയ റോഡിലേക്ക് മാറുകയും ആ ശശിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് റിഹേഴ്സൽ നടന്നിട്ടുള്ളത്. അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ധന്യ ഇപ്പോൾ ഇത് ആഘോഷിക്കുന്ന സമയത്ത് ഒരു 3-4 വർഷം മുമ്പ് ധന്യയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ആ ഓഫീസിന്റെ ഉദ്ഘാടനം അന്ന് ധന്യ എന്നുള്ളത് തീരെ വിസ്മൃതിയിലായ ഒരു കാലഘട്ടത്താണ് ആനാട്ടിൽ റജിയും ഞാനും കൂടെ ചേർന്ന് പൊന്നന്റെ വീട്ടിൽ ചെന്ന് പൊന്നനെ കൊണ്ടൊരു മാറ്റർ അഴിച്ച് 1000 നോട്ടീസ് വിതരണം ചെയ്യുകയുണ്ടായി. ആ നോട്ടീസ് വായിച്ചിട്ട് ഇതിന്റെ സ്ഥാപക മെമ്പർമാരായ ശ്രീ അബൂ മരക്കാരും മറ്റവരെല്ലാവരും കൂടി ഓടി വന്നു, ധന്യയെ നമുക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഉണ്ടായ ആ കൂട്ടായ്മയിലാണ് ഇവിടെ ഒരു ഓഫീസ്, ധന്യക്ക് വേണ്ടി ഒരു ഓഫീസ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, ഇവരെ പോലുള്ള ആളുകൾ അന്ന് തുടങ്ങി വെച്ചിട്ടുള്ള ഈ സാംസ്കാരിക പ്രവർത്തനം കൊണ്ടാണ് ഈ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഐക്യത്തിനും സ്നേഹവും വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടും പുരോഗമനപരമായ നിലപാടും ഇപ്പോഴും ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണെന്നാണ് ഞാൻ ഊന്നി പറയുന്നത്. കൂടുതൽ ധരിപ്പിക്കുന്നില്ല. എന്തായാലും ശ്രീഭൂതപുരം ധന്യ തുടങ്ങി വെച്ചിട്ടുള്ള ഈ ജനകീയ കൂട്ടായ്മ, ഈ നാടക കൂട്ടായ്മ, ഈ സംസ്കാരം, ഈ സ്നേഹമെല്ലാം ഇനിയും മുന്നോട്ട് പോകണം. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നാൽ കഴിയുന്ന വിധം ഉള്ള സഹായ സഹകരണങ്ങൾ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. നന്ദി, നമസ്കാരം. ശ്രീമൂലനഗരത്തെയും പരിസര പ്രദേശങ്ങളെയും പേരുകൊണ്ടും പെരുമ കൊണ്ടും സാംസ്കാരിക പൈതൃകം കൊണ്ടും ഒരു കാലഘട്ടത്തെ വരച്ചിട്ട രണ്ടക്ഷരത്തെ SP പുരം തന്നെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തിയ ശ്രീ സുധീരൻ കേക്ക് ശ്രീബോധപുരം ധന്യയുടെ നിസീമമായ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ വേദിയിൽ ഈ SP പുരം ധന്യയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ഈ 50ഓളം വരുന്ന ചെറുപ്പക്കാരെ നയിക്കുകയും അവർക്ക് വേണ്ടി ഉപദേശം